ഇന്ന് നമുക്ക് കേരളത്തിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ആദ്യം നമ്മൾ പോകുന്നത് നേര്യമംഗലത്തിനടുത്ത് പെരിയാറിന് തീരത്തുള്ള ഒരു ഫാമിലും. ഇപ്പൊ ഇവിടെ മനോഹരമായ ശംഖ് കണ്ടു. ഇതിപ്പോ ഒരു എങ്ങനെയാണ് ശരിക്കും നിർമ്മിച്ചേക്കുന്നത്? ഇത് ഒരു സിംഗിൾ സ്റ്റോൺ ആണ്. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാറക്കല്ലിൽ നിന്ന് അവർ വന്ന് പാലക്കാട്ടിൽ നിന്ന് നോക്കിയിട്ട് എല്ലാ കല്ലിലും ഇത് കൊത്താൻ പറ്റത്തില്ല. സാധാരണ കല്ലുകൾ കൊത്തി കഴിഞ്ഞാൽ അത് പൊട്ടി പൊളിഞ്ഞു പോകും. അപ്പോൾ കൃഷ്ണശില എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കല്ലുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ കൊത്താൻ പറ്റുള്ളൂ. 2 ആഴ്ച കൊണ്ട് അവർ വന്ന് കൊത്തിയെടുത്തതാണ് ഈ കല്ല്. സിംഗിൾ സ്റ്റോണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നല്ല വെയിറ്റ് ഉള്ള കല്ലാണ് അല്ലേ? വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ JCB വടമിട്ട് കൊണ്ടുവന്നിട്ടാണ് അത് കൊത്തിയിട്ട് പൊക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഇപ്പോൾ വീണ്ടും ഒരു ഇതിൽ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു തമരടിച്ച് അവിടുന്ന് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകി ഇവിടെ ചാടി അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യാനുള്ള അതിന് ഹാഫ് വർക്ക് ആയിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റംബൂട്ടാനാണല്ലോ. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് റംബൂട്ടാൻ ഇങ്ങനെ കുറച്ച് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മറ്റ് ഫ്രൂട്ട്സ്, ഒരു ഉദാഹരണത്തിന് ഇത് ലോങ്ങാൻ എന്ന് പറഞ്ഞൊരു മരമാണ്. ലോങ്ങാൻ അത് മലേഷ്യൻ ഗാബ് എന്ന് പറയും. ഇത് ഗാബ് ഉദാഹരണത്തിന് ഗുഡ് ആൻഡ് ബാഡ് രണ്ടും കൂടെ കൂടി നമ്മൾ പഴയ ഒരു ഇതിലുള്ള കൺസെപ്റ്റിൽ ചെയ്തേക്കുന്നത്. ഇതാണ് അബിയു ഫ്രൂട്ട്. അബിയു ഫ്രൂട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ഇത് നോനി. ഇത് ആയുർവേദത്തിന് ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് നോനി എന്ന് പറയുന്നത്. ഈ ഫ്രൂട്ട് നോനി ഇത് പഴുത്ത് കഴിഞ്ഞിട്ടില്ല. ഇത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. സാധാരണ അവര് അത് പൊടിച്ചിട്ട് അതൊരു കഷായം പോലെ ആക്കിയാണ് അത് ഉപയോഗിക്കുന്നത് ആയുർവേദക്കാർ മെയിനായിട്ട്. നോനി ഫ്രൂട്ട് അത് ആയുർവേദത്തിൽ അവർക്ക് അറിയാവുന്നവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. നിൽക്കുന്നതാണ് മുള്ളാത്ത. ഇത് മുള്ളാത്തയും ക്യാൻസറിനൊക്കെ വളരെ ഉപയോഗപ്പെട്ട 2 ചെടികളായത്, മുള്ളാത്തയും നോനി. ഇതിനകത്ത് വലിയൊരു ആത്തപ്പഴം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, പഴുത്ത് ചാടിയായിരുന്നു. ഇനി ഉണ്ടോ നോക്കട്ടെ. ഇത് അത് പോയതാണ്. ഇതിന് മുകളിലൊരു പഴം കിടപ്പുണ്ട് ഏറ്റവും മുകളിൽ. ഉണ്ടോ? അത് തന്നെ, അതാണ് മുള്ളാത്ത കിടക്കുന്നത്. അപ്പൊ ഈ ഇത് കല്ലുവാഴ ഉണ്ടല്ലോ അതിനടുത്ത്? കല്ലുവാഴയുണ്ട്. കല്ലുവാഴ ഇപ്പൊ ഓൾമോസ്റ്റ് കുറച്ച് തീർന്നതാണത്. ഇത് നാരകത്തിന് നമ്മുടെ പഴയ നാരകം. ഇതിന് വരുവാണെങ്കിൽ മറ്റേ അതാ ഞാൻ പറഞ്ഞ ഒരു ആർട്ട് വർക്ക് നമ്മുടെ അടുത്തുള്ള ഒരു മാസ്റ്റർ. ഇത് 3D എഫക്റ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഒരു തനിമ വിളിച്ചറിയിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. കഥകളി, വള്ളംകളി, തൃശ്ശൂർ പൂരം. ശരിക്കും ഒരു 3D എഫക്റ്റ്. ഇത് ഒന്നും കൂടെ ഒന്നിച്ച് ചെയ്തേക്കുന്നതാണ്. നമുക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാവുന്ന രീതിയില്. അതുപോലെ സ്വിമ്മിംഗ് പൂൾ ആണെങ്കിലും നല്ല പുഴയോട് ചേർന്ന്. ഇപ്പൊ ശരിക്കും ഇവിടെ ഡാമിൽ വെള്ളം കെട്ടി നിർത്തുന്ന സമയത്ത് ഇങ്ങോട്ട് ഫോറസ്റ്റിന്റെ അപ്പുറത്തുള്ള സ്ഥലം ഏതായിരിക്കും? ഇതിന്റെ അപ്പുറത്താണ് മാമലക്കണ്ടം. മാമലക്കണ്ടം എന്ന് പറഞ്ഞാൽ ഫേമസ് ആയ നമ്മുടെ ഒരു ഫോറസ്റ്റ് ഡ്രൈവിന്റെ ഏരിയ ആണ് മാമലക്കണ്ടം. ഇവിടുന്ന് ജസ്റ്റ് 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാമലക്കണ്ടം ട്രെയിനിൽ നമുക്ക് അങ്ങോട്ട് കയറാം. ആനയും ഇതൊക്കെ ഉള്ള സേഫ് ഗവൺമെന്റ് പ്രൊട്ടക്റ്റഡ് വനമാണ് മാമലക്കണ്ടം. ഇവിടെയൊക്കെ ആന വരുമോ? ഇവിടെ ഓപ്പോസിറ്റ് ജസ്റ്റ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കൂടെ ഉണ്ടായിരുന്നു. പണ്ട് അവിടെ കണ്ട് ഒരു സ്പോട്ട് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങോട്ട് വരികയാണെങ്കിൽ അവിടെയാണ് ഏറ്റവും കോമൺ ആയിട്ട് ആന വരുന്ന സ്ഥലം. ആ ഒരു ചാല അവിടെ മണ്ണ് മാറ്റിയിട്ടുണ്ട്. അവിടെ മാറി കിടക്കുന്നുണ്ടോ? നന്നായിട്ട് കണ്ടോ? അവിടെ ആന ഇറങ്ങുന്നത്. അത് ആനയുടെ ചാല. അത് ആനച്ചാല. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു ക്രീക്ക് പോലെ അകത്തേക്ക് വെള്ളം കയറി കിടക്കുന്ന സ്ഥലം. ഇത് വെള്ളം പിടിച്ചു നമുക്ക് വള്ളത്തിൽ അതിന്റെ അകത്തേക്ക് കയറിപ്പോ ക്രീക്കിലോട്ട്. ഇടയ്ക്കൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനയും കാണാം. വീടിൻ്റെതായ ഒരു ഫീലിംഗ് കിട്ടുക എന്നുള്ളതായിരുന്നു മെയിനായിട്ട്. അങ്ങനെ ഒരു രീതിയിലാണ് ആർക്കിടെക്റ്റിനോട് പറഞ്ഞത് ചെയ്തത്. എപ്പോഴും ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് മുമ്പോട്ട് പോവുക, ഒരു ഹോംലി ഫീലിംഗ് കിട്ടുക. ആ 2 ഐഡിയാസ് വെച്ചാണ് നമ്മളിത് ആദ്യം മുതൽ അതിൻ്റെ പ്ലാനും ഇൻറ്റീരിയർ ആണെങ്കിലും എല്ലാം ഒരു അധികം സിമെൻറ്റ് ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതെ ഏറ്റവും പഴമയിലേക്ക് പോകുക എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് നമ്മളത് ചെയ്തത്. മരങ്ങളും പഴച്ചെടികളൊക്കെ കണ്ടു. ഇപ്പോൾ പലതരത്തിലുള്ള ഈ ചെടികളൊക്കെ നമ്മൾ വാങ്ങി നട്ടു. ഇപ്പോൾ അതിലെല്ലാം കായ്കൾ ഉണ്ടാകാറുണ്ടല്ലോ? ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യരെ കൂടാതെ ഇഷ്ടംപോലെ പക്ഷികൾ വന്ന് ഭക്ഷിക്കുന്നുണ്ട്. നമുക്കതെല്ലാം കാണുമ്പോൾ വളരെ സന്തോഷമാണ്. വൈകിട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒത്തിരി പക്ഷികളുടെ ബഹളമാണ് ഇവിടെ. ഏറ്റവും കൂടുതൽ എല്ലാ മരങ്ങളിലും വന്ന് പക്ഷികൾ ഇരിക്കുകയും അവരുടെ ഭവനങ്ങൾ അതിനകത്ത് തന്നെ പണിതിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിൽ.
അങ്ങനെയാണ് ഇവിടുത്തെ ഒരു നഴ്സറിന്നാണ് എടുത്തത്. പക്ഷെ അശോകൻ 2 ടൈപ്പ് ഉണ്ട് നമുക്ക്. റെഡും വൈറ്റും. നമുക്ക് കിട്ടിയത് റെഡാണ്. അപ്പോൾ ആ റെഡ് അശോകത്തിൻ്റെ ഒരു തൈയാണത്. അപ്പോൾ ഇത് അശോകത്തെ എപ്പോഴും നമുക്ക് കേരള തനിമയിലും കേരളത്തിൻ്റെ ചരിത്രത്തിലും ഓൾ ഓവർ എല്ലായിടത്തും അതിന് പ്രത്യേകത ഉള്ളത് മരം അശോകവും ലീസായിട്ടും എങ്ങനെ നോക്കിയാലും. അതും പിന്നെ കേരളത്തിൻ്റെ ഭാഗമാണ് ശംഖും. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രണ്ടിൽ തന്നെ നമ്മൾ അശോകവും ശംഖും കൂടെ ഒന്നിച്ച് ഒരേപോലെ ചെയ്ത്. എല്ലാ വർഷവും നമ്മുടെ പറമ്പിൽ വരുമ്പോൾ ഇതേപോലെ മൂത്ത് നിൽക്കുന്ന വാഴക്കലുണ്ടാവും. ഇതിപ്പോൾ ഒരു വലിയ ഉയരമുള്ള വാഴയാണ്. ഇപ്പോൾ ഇതിൽ നന്നായിട്ട് മൂത്ത വാഴക്കലുണ്ട്. നമുക്കിപ്പോൾ ഇത് നിലത്ത് വീഴാതെ വെട്ടാമെന്ന് നോക്കാം. ഇതിപ്പോൾ നല്ല ഉയരമുള്ള വാഴയാണ്. ഇപ്പോൾ ഇത്രയും ഉയരമുള്ള വാഴയിൽ നമുക്ക് എങ്ങനെ വാഴക്കല വെട്ടാമെന്ന് നോക്കാം. നല്ല വെയിറ്റുള്ള വാഴക്കലയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ വന്നപ്പോൾ നല്ല വെയിറ്റുള്ള വാഴക്കലയായിരുന്നു, അത് വെട്ടിയിരുന്നു. അപ്പോൾ ഈ വർഷം വന്നപ്പോഴേക്കും വീണ്ടും അതിൽ നിന്ന് ധാരാളം ഉണ്ടായി. ഇപ്പോൾ കുറേയധികം വാഴക്കല ഇവിടെ ഉണ്ട്. നമുക്കിപ്പോൾ ഒരെണ്ണം വെട്ടി നോക്കാം എങ്ങനെയുള്ളത്. നല്ല ഹൈറ്റുള്ള വാഴ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെട്ടാം മതി. പോയി നേരത്തെ കറി അടിക്കില്ലേ മാറ. നന്നായിട്ട് മൂത്ത വാഴക്കലയാണ്. ഇപ്പോൾ നമ്മൾ നല്ല ഉയരമുള്ള വാഴയാണെങ്കിൽ വാഴക്കല നിലത്ത് മുട്ടാത്ത രീതിയിൽ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പരമാവധി ഉയരത്തിൽ നമുക്ക് എത്താവുന്ന രീതിയിൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തപ്പോൾ അത് താഴേക്ക് വന്നു. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇപ്പോൾ യാതൊരു ഡാമേജും ഇല്ലാതെ നമുക്ക് ഇവിടെ എത്തി. ഇത് നമുക്ക് വാഴക്കല വെട്ടാം. ഇപ്പോൾ നമ്മൾ ഡാമേജ് ഒന്നുമില്ലാതെ വെട്ടി നിലത്ത് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ കുല വെട്ടിയെടുത്ത് നമുക്ക് കൊണ്ടുപോകാം. ഞാൻ എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കട്ടെ. നേരത്തെല്ലാം കറി അടിക്കില്ലേ. ഈ വഴക്കല വെട്ടിക്കഴിയുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഇപ്പോൾ ഡ്രസ്സിലൊക്കെ ഇതുപോലെ കറ വീഴും. ഇതിനകത്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുകൊണ്ടില്ല, ഇതുപോലെ കറ വീഴുകയാണ്. അപ്പോൾ അത് എടുത്ത് പൊക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല വെയിറ്റുള്ള വഴക്കലയാണത്. ഇപ്പൊ ഏത് ഇനം വാഴയാന്ന് നമുക്ക് അറിയത്തില്ല. മൂത്ത് പൊട്ടി തുടങ്ങി. ഇപ്പൊ ഇത് കറി വയ്ക്കാൻ നല്ലതാണ്. ഇപ്പൊ ഇത് വേറൊരു വാഴയാണ്. ഇത് പഴുത്തിട്ട് താഴേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നിലത്തോടെ വാഴപ്പഴമൊക്കെ നിലത്തോടെ ചാടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് വെട്ടി നോക്കാം. ഇത് ഒരു ചെറിയ ഇനം വാഴയാണ്. വളരെ ചെറിയ വാഴക്കുലകളാണ് ഇതിലുണ്ടാകുന്നത്. നിറയെ കായകളുണ്ടാകും. കമ്പാരിറ്റീവ്ലി ചെറിയ വാഴപ്പഴമാണ് ഇതിലുണ്ടാകുന്നത്. വല്ലപ്പോഴുമൊക്കെ ഇവിടുത്തെ കാട് തെളിക്കുന്നത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് യാതൊരു കെയറും ഇല്ലാതെ ധാരാളം വാഴകളുണ്ടാകും. ഓരോ സമയത്തും നമ്മൾ ഇതുപോലെ വാഴക്കല വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ തൈകൾ തനിയെ ഉണ്ടായി നന്നായി വളർന്നോളും. നമുക്ക് വെട്ടി നോക്കാം. ഇതേപോലെ എല്ലാ വർഷവും നമ്മൾ വരുമ്പോൾ ഈ പറമ്പിൽ ധാരാളം വാഴക്കലുണ്ടാവും. ഇതുപോലെ ഇത് നമ്മളില്ലാത്ത സമയത്ത് ഇതെല്ലാം പഴുത്ത് താഴെ ചാടി പോവുകയാണ്. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ കുറേ വാഴക്കലുകളുണ്ട്. നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വാഴക്കല എല്ലാം മൂത്ത് പഴുത്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിന് ചേർന്ന് തന്നെ ഇതിൻ്റെ ഇവിടെ ഒരു പുഴയുണ്ട്. ഇപ്പോൾ പുഴയുടെ സൈഡിലാണ് നമ്മുടെ ഈ സ്ഥലമുള്ളത്. ഇന്ന് നമ്മൾ കാണുന്നത് അധികം ആരും വന്നെത്താത്ത കുറേ കാലമായി ഒരു റിമോട്ട് ഏരിയയിൽ കിടന്നിരുന്ന സ്ഥലമാണ് മാമലക്കണ്ടം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രാമമാണ് മാമലക്കണ്ടം. അങ്ങോട്ടുള്ള വഴികളും വളരെ മനോഹരമാണ്. ചെറിയ അരുവികളും മലകളും ഒക്കെ കാണാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു ഗ്രാമം. ഇന്ന് നമുക്ക് മാമലക്കണ്ടത്തിലോട്ട് യാത്ര ചെയ്യാം. നമ്മൾ മാമലക്കണ്ടത്തിലോട്ടുള്ള യാത്രയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം ഇതുപോലെ താഴേക്കുള്ള കുത്തനെയുള്ള ഇറക്കങ്ങളും കടന്നാണ് നമ്മുടെ യാത്ര. അപ്പോൾ അധികം തിരക്കൊന്നുമില്ലാത്ത റോഡാണ്. ഇതുപോലുള്ള റോഡുകളിലൂടെ നമുക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് വലിയൊരു അനുഭവമാണ് നമുക്ക് നൽകുക. ഇതുപോലൊരു ഗ്രാമാന്തരീക്ഷം, അതുമാത്രമല്ല ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയുള്ള നമ്മുടെ ഒരു യാത്രയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. പ്രത്യേകിച്ചും വൈകുന്നേര സമയങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ആനയുണ്ട്. ആനയെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ വൈകുന്നേരം വരാം. പക്ഷേ അത് സ്വന്തം റിസ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ വരാനായിട്ട് പറ്റുള്ളൂ. കാരണം ആന കാട്ടാനയായതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ആനയെ ആക്രമിച്ച് നിരവധി പേര് മരിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പ്രദേശങ്ങളിലായി. ഉച്ച സമയത്ത് വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചു പോകാവുന്ന രീതിയിൽ വരികയാണ് ഫാമിലിയായിട്ടൊക്കെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഈ ട്രക്കിംഗ്
കേരളത്തിലെ ഏറ്റവും മനോഹരമായൊരു ഗവൺമെന്റ് സ്കൂളിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളാണ്. ഇപ്പോൾ വലിയ മലനിരകളും വെള്ളച്ചാട്ടത്തിനും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്കൂളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കേരളത്തിൽ ധാരാളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളിവിടെ വരികയാണെങ്കിൽ മാമലക്കണ്ടത്ത് എത്തുകയാണെങ്കിൽ ഇത്രയും മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈ സ്കൂളും പരിസരങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് വെള്ളച്ചാട്ടം ഒന്നും ഫോം ചെയ്തിട്ടില്ല. എന്നാൽ നല്ല മഴയുള്ള സമയത്ത് ഇതേപോലെ നല്ല ഒരു വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ഫീൽ തന്നെയാണ് നമ്മളിവിടെ വരുമ്പോൾ ലഭിക്കുക. ഉച്ച സമയത്താണ് നമ്മളിവിടെ വന്നത്. വൈകുന്നേര സമയമൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ കോടമഞ്ഞിറങ്ങുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു പുതിയ സ്ഥലം പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.